ഹായ് ഹലോ, എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എനിക്കറിയാവുന്ന അപ്ഡേഷനൊക്കെ ഞാൻ ഇതിൽ വഴി ഷെയർ ചെയ്യാം. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ എൻ്റെ അപ്ഡേഷനൊക്കെ നിങ്ങളിലേക്ക് എത്തത്തുള്ളൂ. പിന്നെ എന്തെങ്കിലും കൺസേൺ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്താൽ മതി. ഞാൻ അതിനുള്ള ആൻസർ എനിക്കറിയാവുന്നതൊക്കെ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. പിന്നെ നഴ്സിംഗ് പഠിച്ചത് കൊണ്ടാണല്ലോ നമുക്ക് ഇവിടെ എത്തിയത്, ഇവിടെ ഇരിക്കുന്നതും ഒക്കെ. അപ്പോൾ എല്ലാവർക്കും ഒക്കെ നഴ്സിംഗ് വീട്ടുകാരൊക്കെ തള്ളി കൊണ്ട് പിടിച്ച് വിട്ട് പഠിപ്പിച്ചതായിരിക്കണം ജോലിക്ക് വേണ്ടിയിട്ട്. നഴ്സിംഗ് പഠിച്ചാൽ ഭാവിയിൽ എന്തായാലും ഒരു ജോലി കിട്ടുമല്ലോ എന്ന് കരുതി പാരൻസ് പഠിപ്പിച്ച് വരും. പിന്നെ കുറച്ച് ഇഷ്ടപ്പെട്ട് വന്നാലും ഉണ്ടായിരിക്കും. ഞാനൊക്കെ ഇഷ്ടപ്പെട്ട് വന്നതാണ് കേട്ടോ. കുഞ്ഞിലേ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇഞ്ചക്ഷൻ വെക്കണം എന്ന്. എൻ്റെ മനസ്സിലുള്ളത് മരുന്ന് കൊടുക്കുക, ഇഞ്ചക്ഷൻ വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാനൊക്കെ കുഞ്ഞിലൊക്കെ ഈ ഹോസ്പിറ്റലിൽ പോയി എന്നെ അഡ്മിറ്റ് ചെയ്ത് കിടക്കുമ്പോഴത്തേന് ഇഞ്ചക്ഷനൊക്കെ വെക്കാറുണ്ടല്ലോ. ഇഞ്ചക്ഷൻ വെക്കുമ്പോൾ കിട്ടണം അന്നൊന്നും ഇവർ ഈ സിറിഞ്ചും ഈ IV ട്രിപ്സും ഒക്കെ ബെഡ് സൈഡിൽ തന്നെ ഇട്ടിട്ടൊക്കെ പോകുമായിരുന്നു കുഞ്ഞിൽ. ഇതൊക്കെ ഞാൻ പാക്ക് ചെയ്ത് കവറിനകത്താക്കി വീട്ടിൽ കൊണ്ട് വന്നിട്ട് എൻ്റെ ഫസ്റ്റ് പേഷ്യൻസ് ഒക്കെ വാഴയൊക്കെ ആയിരുന്നു കേട്ടോ. വാഴയൊക്കെ ഇങ്ങനെ തൂക്കി ട്രിപ്പൊക്കെ ഇട്ട് വാഴയ്ക്കൊക്കെ ദിവസം ഇഞ്ചക്ഷനൊക്കെ കൊടുത്ത് കുഞ്ഞിൽ. അപ്പോൾ എല്ലാവരും അടുത്തുള്ളവർക്ക് കാണുമ്പോഴേ പറയും ഉണ്ണി നഴ്സാവും ഡോക്ടർ ആവുമെന്നൊക്കെ. പക്ഷേ ഡോക്ടർ ആവാൻ ബുദ്ധിയൊന്നുമില്ല, സാമ്പത്തികമില്ല. അങ്ങനെ എന്തായാലും കറങ്ങി തിരിഞ്ഞൊരു നഴ്സായി. പിന്നെ ആ നഴ്സ് ആവും മുന്നേ തന്നെ എൻ്റെ അടുത്തുള്ള വീടുകളിൽ അമ്മമാരൊക്കെ ഇൻസുലിൻ എടുക്കാനൊക്കെ വിളിക്കാറുണ്ട് കേട്ടോ. പിന്നെ ഈ വാഴനെ കുത്തി കണ്ട് അവരുടെ മനസ്സിലോ ഇവർക്ക് എന്തൊക്കെ അറിയാമെന്നൊക്കെ വിചാരിച്ചിട്ടായിരുന്നു തോന്നുന്നു. എന്തായാലും ഞാനിപ്പോൾ എടുത്തു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഇൻസുലിൻ എടുക്കുന്നവർക്ക് അവർക്ക് തന്നെ ഡോക്ടർ ആൾറെഡി എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും സെൽഫ് ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ പോകുമ്പോൾ എനിക്ക് പറഞ്ഞിട്ട് ഇങ്ങനെയാണ് മക്കളെന്ന് പറഞ്ഞപ്പോൾ അതുപോലെ എടുത്ത് കൊടുക്കുമ്പോൾ അവർ പറയുമ്പോൾ അങ്ങനെയൊന്നുമില്ല, നന്നായിട്ട് എടുത്തു എന്നൊക്കെ പറയുമ്പോൾ എനിക്കൊരു ഇൻട്രസ്റ്റ് എന്നാൽ പിന്നെ കൊള്ളായിരുന്നു, നല്ല സുഖമുള്ള ജോലിയാണല്ലോ, ഇഞ്ചക്ഷൻ മരുന്ന് എടുത്താൽ പോലെ എന്നൊക്കെ കരുതിയാണ്